കൊച്ചിയിൽ തീതുപ്പുന്ന സൈലൻസർ ഘടിപ്പിച്ച് ബൈക്ക് യാത്ര നടത്തിയ യുവാവിനെതിരെ എൻഫോഴ്സ്മെന്റ് RTO കേസെടുത്തു. തിരുവനന്തപുരം സ്വദേശി കിരൺ ജ്യോതിക്കെതിരെയാണ് കേസെടുത്തത്. 2 ദിവസം മുമ്പാണ് രൂപമാറ്റം വരുത്തിയ ബൈക്കുമായി ഇടപ്പള്ളി കളമശ്ശേരി റോഡിൽ യുവാവ് യാത്ര നടത്തിയത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കിരൺ ജ്യോതിയുടെ ബൈക്ക് കണ്ടെത്തിയത്. ജ്യോതിയുമായി കിരൺ ജ്യോതിയുടെ ബൈക്ക് പോകുന്നത് കാണൂ. ഇതാണ് ആ ദൃശ്യം. കാറിന് തീപിടിച്ച് മനുഷ്യർ മരിക്കുന്ന കാലത്താണ് തീതുപ്പുന്ന സൈലൻസറുമായിട്ട് കിരൺ ജ്യോതിയുടെ ഈ ഹൈവേയിലൂടെയുള്ള അഭ്യാസ പ്രകടനം. നമുക്കൊപ്പം അലി അക്ബർ ഷാ ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, ഈ ജ്യോതി തെളിയിച്ച കിരൺ ജ്യോതിയെ ഇപ്പോൾ മോട്ടോർ എൻഫോഴ്സ്മെന്റ് വകുപ്പ് പിടികൂടിയിരിക്കുകയാണ്. എന്താണ് മോട്ടോർ എൻഫോഴ്സ്മെന്റ് വകുപ്പ് അധികൃതർ പറയുന്നത്? ചട്ടപ്രകാരം ഇങ്ങനെ ഒരു സൈലൻസറൊന്നും ഘടിപ്പിക്കാൻ പറ്റത്തില്ല. രൂപമാറ്റം സംഭവിച്ച ഒരുപാട് ബൈക്കുകൾ പുറത്തിറങ്ങുന്നുണ്ട്. പടക്കം പൊട്ടുന്ന പോലെ ബൈക്കുകളൊക്കെ ഇങ്ങനെ റോഡിൽ പോകുന്നത് ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ നിയന്ത്രണം വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ കിരൺ ജ്യോതിയുടെ അഭ്യാസ പ്രകടനം. അലി അക്ബർ ഷാ, എന്താണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത്? മോർണിംഗ്. അരുൺകുമാർ, 2 ദിവസം മുമ്പാണ് ഈ സംഭവം. അതായത് ഈ പറഞ്ഞതുപോലെ ഇടപ്പള്ളി കളമശ്ശേരി റൂട്ടിലാണ് ഇത്തരത്തിൽ എക്സോസ്റ്റ് മോഡിഫൈ ചെയ്ത് സൈലൻസറിനുള്ളിൽ നിന്നും തീതുപ്പുന്ന നിലയിലേക്കുള്ള ഒരു ബൈക്കുമായി ഈ യുവാവ് ഈ പറഞ്ഞ റൂട്ടിൽ ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ് ഈ ബൈക്ക് അഭ്യാസം നടത്തിയ ആള് കിരൺ ജ്യോതി. ഇയാളുടെ ഈ ബൈക്ക് അഭ്യാസത്തിന്റെ പ്രകടനം ഈ വഴിയിലൂടെ പോയ ആളുകൾ വാഹനത്തിലിരുന്ന് തന്നെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി. ഇത് സമൂഹ മാധ്യമങ്ങൾ വഴിയെല്ലാം വലിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ ഇട്ടുകൊണ്ട് ഷെയർ ചെയ്യപ്പെട്ടു. ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നുകൊണ്ട് ഒരു രംഗത്ത് ചർച്ചയും നടന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വ്യക്തിയിലേക്ക്, ഈ അഭ്യാസം നടത്തിയ കിരൺ ജ്യോതി എന്ന തിരുവനന്തപുരം സ്വദേശിയിലേക്ക് എൻഫോഴ്സ്മെന്റ് RTO വിഭാഗം എത്തുന്നത്. ഇപ്പോൾ ഈ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് RTO കേസ് എടുത്തിരിക്കുകയാണ്. ഈ യുവാവിന്റെ പിതാവിന്റെ പേരിലാണ് ഈ ബൈക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിതാവിനോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വ്യാഴാഴ്ച നേരിട്ട് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ പ്രകടനം നടത്തിയ ബൈക്ക് പിടിച്ചെടുത്തിരുന്നു. അരുൺകുമാർ പറഞ്ഞതുപോലെ ഒരു വിധത്തിലൊക്കെ നിയന്ത്രണം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കൊച്ചിയുടെ നിരത്തുകളിലൂടെ ഇത്തരത്തിൽ തീതുപ്പുന്നതും ഈ വലിയ ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുന്നതുമൊക്കെയായ വാഹനങ്ങൾ ഓടുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെടുന്നതിനെതിരെയൊക്കെ നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ആരുടെയെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇറക്കാതിരിക്കുന്നതാവും നല്ലത്. എന്തായാലും ഇപ്പോൾ ഈ പ്രകടനം നടത്തിയ അഭ്യാസിക്കെതിരെ എൻഫോഴ്സ്മെന്റ് RTOയുടെ ഭാഗത്തു നിന്നും ഒരു കേസ് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവിനോടുകൂടി വ്യാഴാഴ്ച നേരിട്ട് ഹാജരാകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിക്കവാറും RC ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ അഷ്കർ? തീർച്ചയായും വരും. കാരണം വലിയ രീതിയിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്നത് ഒരു കാര്യം, മറ്റു വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള തടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. വലിയ അപകട സാധ്യതയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, സൈലൻസറിനുള്ളിൽ നിന്നും തീപ്പൊരി പുറത്തേക്ക് വരുന്നുണ്ട്. സാധാരണഗതിയിൽ തീ തുപ്പുന്ന വാഹനം എന്നൊക്കെ പറയുമ്പോൾ ഈ സൈലൻസറിനുള്ളിൽ നിന്നും പുക വരുന്നതൊക്കെ വലിയ രീതിയിൽ ഘടിപ്പിച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് തീപ്പൊരി റോഡിലേക്ക് വീഴുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു കാറിൽ യാത്ര ചെയ്ത വ്യക്തി പകർത്തിയ ദൃശ്യമാണ് ഇത്തരത്തിൽ ഒരു കേസിലേക്ക് എത്തുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് RTO എന്തായാലും വ്യാഴാഴ്ച നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇനി എന്തായാലും ബൈക്കിനകത്ത് ജ്യോതി തെളിയിക്കേണ്ട കിരൺ ജ്യോതിക്ക് വീട്ടിലിരുന്ന് അടുപ്പിലിരുന്ന് ജ്യോതി തെളിയിക്കാവുന്ന അവസ്ഥയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.